ലൂക്ക 10:37. ലൂക്ക 10:37. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതേതാ? ഇത് ഉടമ്പടി വചനമാണ്. അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ്. ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ല അവൻ ചോദിച്ചത് 25:10 അല്ലേ? ഇപ്പം അതിൻ്റെ മറുപടി എന്നാ വന്നിരിക്കണേ 10:25. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതുപോലെ ചെയ്യണം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത്? ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് ഈ സമരക്കാരൻ പറഞ്ഞിരിക്കണത് അല്ലേ? എന്താണ്? 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം. പറഞ്ഞതല്ല, പറഞ്ഞേക്കാൾ കൂടുതലാണ്. മാന്യം കൂടാതെ. വാട്ട് ഇസ് ദാറ്റ്? തീഷ്ണതയിൽ മാന്യം കൂടാതെ. അതായത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. റോമ 12:11. റോമ 12:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ. പറഞ്ഞേ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇത് കണ്ടില്ലേ? ഇതൊരു ഉടമ്പടി വചനമാണ്. എന്താണ് പറഞ്ഞ? തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ 25-35 ചേർത്ത് വായിക്കേണ്ടത്. അത് 25-35 മത്തായി ശ്രീകാട്. മത്തായി ശ്രീകാട് എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്നാണ് പറയണത്? കർത്താവായിട്ട് കാണണം. അതിന് എന്ത് പറ്റും? അതിനാണ് 12:13 പറയണത്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ. പറഞ്ഞേ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. അപ്പൊ എന്നാ മനസ്സിലായി? തീക്ഷ്ണത ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ്? ഇതിനിടക്ക് മാന്യം വരും. ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ? മുഞ്ഞ എന്തുകൊണ്ട് എന്നാ? അതിന് ഒരു തരം പുഴുക്കളാണ്. അതുപോലെ തീക്ഷ്ണതയ്ക്കൊരു കുഴപ്പം വരും. എന്താണ്? മാന്യം വരും, കുറഞ്ഞു. ഉടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ തീക്ഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാവരുത്. കാര്യം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജക്റ്റാണ്. അല്ലാതെ ആ കനം വേണ്ടി കാണിച്ച് എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമേ, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന തീക്ഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാടിന്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ, സഭകളോട് പറയുന്നതാണ് ആത്മാവ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞിരിക്കുന്നു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. തീക്ഷ്ണത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു. ദീപം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. വിശ്വാസം കുറയും. വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും. ഇതാണ് എൻ്റെ വിഷയം വരണത്. അപ്പം തീക്ഷ്ണത പോകാതിരിക്കാൻ നോക്കണം. കർത്താവിനാണെങ്കിൽ തീക്ഷ്ണതയുള്ളവരോട് ഭയങ്കര, ഇപ്പം അത് ഏലിയായോട് ചോദിക്കുന്ന ഭാഗമില്ലേ? ദൈവത്തിന് ഏലിയ എന്താണ് ചെയ്യണമെന്നറിയാം. ജെസബേലെ
ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു, ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു. അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകും. ഏലിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും. കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും. താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും. ഏലിയയുടെ കഥയത് ഞാൻ പഠിച്ച ഇതാണ്, ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും. എന്നിട്ടും അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിലിരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏലിയ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 രാജാക്കന്മാർ 19:13-14. 1 രാജാക്കന്മാർ 19:13-14. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അറിയാം ഏലിയ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏലിയയുടെ വായിൽ തന്നെ അത് കേൾക്കണം. നിൻ്റെ തീക്ഷ്ണത നിൻ്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ച് കർത്താവേ. അതായത് വെളിപ്പാടിന് 2:5 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഉടമ്പടി 1 പുതുക്കി നമ്മൾ ആ പുതുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപത്തോടെ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അക്രൈസ്തരാണെങ്കിൽ ആത്മാവിൽ അനുതാപപ്പെട്ടിട്ട് തെറ്റ് ആവർത്തിക്കാതിരിക്കണം. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആവർത്തിക്കാതിരിക്കണം തന്നെ ഒരു അനുതാപമാണ്. അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കരുതേ, അപ്പോൾ ദൈവത്തിന് അറിയാൻ കള്ളത്തരമാണെന്ന്. ആ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കണത് തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ്, അല്ല ഒരു സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. അനുദപിക്കാനുള്ള അവസരമല്ല, അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത്. എന്താ കാര്യം? നമ്മൾ എത്രയോ പേരാണെന്നറിയാം വിശുദ്ധരായിട്ട് ജീവിക്കണത്. അവർക്ക് എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത 2 തരം ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത 2 തരം ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഒരു രോഗിക്ക് ഒടുക്കത്തെ കൊടുക്കാൻ പോയി. അവസാനം പുള്ളിക്കാരൻ അവിടെ ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച വരെ കടലിൽ കൊണ്ടുപോയി വരയിട്ട കക്ഷിയാണ്. അയാളെ കുമ്പസാരിപ്പിക്കേണ്ട അവസരം കർത്താവ് എനിക്ക് തന്നു. പക്ഷേ അങ്ങേരുടെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങർക്ക് പകുതി ബോധമുണ്ട്, പകുതി ബോധമില്ല. അപ്പം ഞാൻ ചേട്ടാ, ഞാൻ കുമ്പസാരിക്കണില്ല, ആത്മാവ് പിരിഞ്ഞു പോകേണ്ട സമയമാണ്. പിരിഞ്ഞല്ല, അത് അടുത്ത ദിവസം മരിക്കും, നമുക്കറിയാം. പക്ഷേ ആ പാവം മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണിത്. പക്ഷേ അങ്ങേരെ എന്നോട് പറയാം കുമ്പസാരം, കുമ്പസാരം. അപ്പം ഞാൻ പുള്ളിയോട് കുമ്പസാരിക്കാൻ പോരെ, ബോധം പോയില്ലേ മനുഷ്യന്? ഒരവസരമാണത്. അവസരം ഉണ്ടായിരുന്ന കാലത്ത് അനുതാപം ഇല്ലായിരുന്നു. ഇപ്പം അവസരവുമില്ല, അനുതാപവും ഇല്ല. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഇതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ. അനുദപിക്കാൻ അവസരമില്ല. ചിലർക്ക് അനുദപിക്കാൻ അവസരം ലഭിക്കും, പക്ഷെ അവർ അനുദപിക്കത്തില്ല. ഞാനിതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്.
ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ്. ഉടമ്പടി മൂന്നാമത് പുതുക്കിയെന്ന് പറയുമ്പോൾ വീണ്ടും അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ദൈവത്തെ കണ്ണിൻ്റെ പൊടിയിട്ടെന്നല്ലേ എൻ്റെ അർത്ഥം. നിങ്ങൾ ബലഹീനരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബലഹീനരെ ശക്തിപ്പെടുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് കർത്താവേ, അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കൈയിട്ടിച്ച് കർത്താവ് എല്ലാവരും നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കർത്ത സാന്നിധ്യവും ഉടമ്പടി സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളൊന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത, ദൈവാനുഭവത്തിൻ്റെ അനന്ത സാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ് നീ ഉടമ്പടി എടുക്കുന്നതിലൂടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിന് തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഈ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, വലിയ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. കിഡ്നി രോഗികളെ പുറകിൽ കൈവെക്കുക, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കുക, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവർ നെഞ്ചിൻ്റെ സംബന്ധമായ രോഗമുള്ള നെഞ്ചിൽ കൈവെക്കുക. ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളുമൊക്കെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികളെ കഴുത്ത് കൈവെക്കുക. ശിരസ്സിന് രോഗമുള്ളവർ ശിരസ്സിൽ തന്നെ കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ്, അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വലിച്ചു നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ്. അവിടെ തിരുമുറുപാർന്ന വലതുകരം ആണിപ്രതാർന്ന അത്ഭുതകരത്താൽ അവൻ നിന്നെ തലോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്നെ വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗീയ നിമിഷങ്ങൾക്കായി ഇടിമുഴക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യത വഹിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവേ. അങ്ങനെ ആണിപ്പെടുത്താവുന്ന വലതുകരം കർത്താവ് ഓരോ മകൻ്റെ പേര് കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവ് രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും രക്ഷികളിലും രക്തഞരമ്പുകളിലും അസ്ഥികളിലും വാതരോഗങ്ങളിലും എല്ലാം ആന്തരിക അവയവങ്ങളിലെ ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഉന്നതമായ അവിടുത്തെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ.